തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബുണ്ട്. ബിനിൽ, സംസ്ഥാനം ഒട്ടാകെ അങ്ങോളം ഇങ്ങോളം നടന്ന വമ്പൻ തട്ടിപ്പാണ്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രതി അനന്തകൃഷ്ണൻ ഉറപ്പിച്ച് പറയുന്ന ഒരേ ഒരു പേര് ആനന്ദകുമാറിൻ്റെതാണ്. പക്ഷേ ആനന്ദകുമാർ ഇപ്പോഴും പറയുന്നത് തന്നെ പെടുത്തിയതാണ്, തനിക്ക് ഈ ഇടപാടുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് പറയുന്നു. ആനന്ദകുമാറിൻ്റെ ഓഫീസിലും വീടിലും ഒക്കെ അടക്കം ഇപ്പോൾ ED പരിശോധന നടക്കുന്നുണ്ട്. പരിശോധന ഇപ്പോഴും തുടരുകയാണോ? ഏതെങ്കിലും തരത്തിൽ തെളിവുകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ പരിശോധന മുന്നോട്ട് പോകുന്നത്? സേതു പറഞ്ഞതുപോലെ തന്നെയാണ് ശാസ്തമംഗലത്തെ ഈ ആനന്ദകുമാറിന്റെ വീട്ടിലും അതിന് തൊട്ടടുത്തുള്ള സായിഗ്രാം കേരള ഓഫീസിലുമാണ് ഇപ്പോൾ EDയുടെ റെയ്ഡ് നടക്കുന്നത്. രാവിലെ 8:00 ED ഉദ്യോഗസ്ഥർ, കൊച്ചി യൂട്ടത്തിലെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും രണ്ടിടങ്ങളിൽ ആദ്യം വീട്ടിലാണ് പരിശോധന നടത്തിയത്. പിന്നീട് ഒരു സംഘം എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഓഫീസിലേക്ക് എത്തുകയും ഇവിടെ പരിശോധന നടത്തുകയും ചെയ്യുകയാണ്. പ്രധാനമായും ED അന്വേഷിക്കുന്നത് ഇതിൽ ഈ സാമ്പത്തിക ഇടപാടുകൾ രേഖകൾ സംബന്ധിച്ചാണ്. ആ രേഖകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നേരത്തെ ഈ പരാതിക്കാരെ ED കണ്ടിരുന്നു. അതിനുശേഷം അവരുടെ മൊഴിയെടുക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഇവിടെ അടക്കം ലാരി വിൻസന്റിന്റെയും ഈ ആനന്ദകുമാറിന്റെയും അതോടൊപ്പം 12 ഇടങ്ങളിൽ, ആകെ 12 ഇടങ്ങളിൽ ED പരിശോധന തുടരുന്നത്. പ്രധാനമായും അവർ അന്വേഷിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിൽ നടന്നിട്ടുണ്ടെന്നൊരു ആരോപണമുണ്ട്. മാത്രമല്ല ഹവാല ഇടപാട് വഴി പണം വിദേശത്തേക്ക് കടത്തി. ഇങ്ങനെ 2 കാര്യങ്ങൾ EDക്ക് മുന്നിലുണ്ട്. ഈ 2 കാര്യങ്ങൾ ED പരിശോധിക്കുകയാണ്. അതിന്റെ രേഖകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ അനന്തകൃഷ്ണൻ മൊഴി നൽകിയത് ഈ ആനന്ദകുമാറിന് 2 കോടിയിലധികം രൂപ അക്കൗണ്ടിലേക്ക് കൈമാറി എന്നൊരു വിവരം, ഒരു മൊഴി ക്രൈംബ്രാഞ്ചിന്റെ പക്കലുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ED പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ ചില സാക്ഷികളെ കൂടി വിളിച്ചു വരുത്തി മൊഴിയെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഈ പരിശോധനയ്ക്ക് ശേഷമാകും അത്തരം സാക്ഷികളെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്ന ആ ഘട്ടത്തിലേക്ക്, ആ നടപടിയിലേക്ക് ED കടക്കുക. എന്തായാലും രാവിലെ മുതൽ തുടങ്ങിയ ഈ പരിശോധന ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഇത് മാത്രമല്ല 12 ഇടങ്ങളിൽ EDയുടെ പരിശോധന തുടരുന്നുണ്ട്. സാധാരണക്കാരെ വീട്ടമ്മമാരെ കബളിപ്പിച്ച് കോടികൾ തട്ടിയ കേസാണ്. അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ഇടപാട് ഇതിൽ നടന്നിട്ടുണ്ട് എന്നാണ് ED മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് കേസെടുക്കുന്നതും പിന്നീട് ഈ റെയ്ഡിലേക്ക് കടന്നു വരുന്നതും ചെയ്യുന്നത്. രാവിലെ ഇവിടേക്ക് എത്തിയ ED സംഘം ആദ്യം എത്തിയത് ഈ ആനന്ദകുമാറിന്റെ വീട്ടിലാണ്. ആദ്യം നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആനന്ദകുമാർ നേരത്തെ മാധ്യമങ്ങൾ നൽകിയ അദ്ദേഹത്തിന്റെ പ്രതികരണം, അയാളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഈ കേസുമായി, ഈ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. നേരത്തെ ഈ കോൺഫെഡറേഷൻ, NGO കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്നു താൻ. പക്ഷേ ഈ തട്ടിപ്പ് ബോധ്യപ്പെട്ടപ്പോൾ ആ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് താൻ പിന്മാറി, അത് ഒഴിവായി എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ അതിനെ ഖണ്ഡിക്കുന്ന ചില തെളിവുകൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു, ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. ആ പ്രധാനപ്പെട്ട തെളിവ് ആജീവനാന്ത ചെയർമാൻ ആനന്ദകുമാർ ആണ് എന്നുള്ളതാണ്. അതായത് ഈ ചെയർമാൻ സ്ഥാനത്ത് താൻ സ്വയം ഒഴിവായി എന്നൊരു വാദം കൊണ്ട് ഈ കേസിൽ നിന്ന് തനിക്ക് അയാൾക്ക് മാറാൻ കഴിയില്ല എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. മാത്രമല്ല പലയിടങ്ങളിലും ഈ ആനന്ദകുമാറിനെതിരെ പരാതി വരികയും ചെയ്തു. ആനന്ദകുമാർ ആണ് പണം നൽകാൻ പറഞ്ഞത്, അനന്തകൃഷ്ണന്റെ ഇതിലേക്ക് പണം നൽകാൻ പറഞ്ഞത് ആനന്ദകുമാറാണെന്ന് പരാതി വന്നു. ശേഷം പോലീസ് കേസെടുക്കുകയും ചെയ്തു. ആ കേസിൽ 2ാം പ്രതിയാണ് ആനന്ദകുമാർ. അങ്ങനെ ആ പ്രതിയായ ശേഷമാണ് ഇന്നിപ്പോൾ ആനന്ദകുമാർ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം തനിക്ക് ഈ കേസുമായി ബന്ധമില്ല, നേരത്തെ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുകയാണ് ആനന്ദകുമാർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ജാമ്യാപേക്ഷയെ ക്രൈംബ്രാഞ്ച് എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ തെളിവുകൾ കൈവശമുണ്ട്. ആനന്ദകുമാറിന് ഈ കേസുമായി, തട്ടിപ്പുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് ഇന്ന് ഈ ജാമ്യാപേക്ഷ എതിർത്ത് വാദിക്കുകയും ചെയ്തു. എന്തായാലും ഈ EDയുടെ റെയ്ഡ് ഇന്ന് രാവിലെയാണ് ആരംഭിച്ചത്. കൊച്ചിയിലും തൊടുപുഴ കോളപ്രയിലെ വീട്ടിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം സംസ്ഥാനത്ത് പലയിടങ്ങളിലായി 16 ഇടങ്ങളിൽ ക്രൈംബ്രാഞ്ചിന്റെയും EDയുടെയും പരിശോധനയുണ്ട്. അങ്ങനെ 16 ഇടങ്ങളിൽ പരിശോധന തുടരുകയാണ്. പ്രധാനമായും നേരത്തെ പറഞ്ഞതാണ്, ഈ പ്രധാനമായ രേഖകൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഈ EDക്ക് മുന്നിലുള്ള കാര്യം. അതിന്റെ പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ തുടരുന്നത്. സേതു. ശരി ബിനിൽ.